നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും പ്രീവിയസ് ഇയറിൽ ചോദിച്ച 50 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ക്വസ്റ്റ്യൻ: അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച കേസ് ഏത്? ആൻസർ ഓപ്ഷൻ ബി, കേശവാനന്ദ ഭാരതി. ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ഏത് മൗലികാവകാശത്തെയാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ: പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തത് ഏത് കമ്മിറ്റിയാണ്? ആൻസർ ഓപ്ഷൻ സി, പി.കെ. തുങ്കൻ കമ്മിറ്റി. ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയുടെ പല വ്യവസ്ഥകളും കടമെടുത്തത് വിദേശ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നുമാണ്? ആൻസർ ഓപ്ഷൻ സി, അയർലൻഡ്. ക്വസ്റ്റ്യൻ: ഭരണഘടനയുടെ ഏത് ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം പാസ്സായത്? ആൻസർ ഓപ്ഷൻ ഡി, 52-ാം ഭേദഗതി. ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ഏതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം? ആൻസർ ഓപ്ഷൻ എ, അനുച്ഛേദം 243-K. ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 330 മുതൽ 342 വരെ. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, അതിർത്തി നിർണയ കമ്മീഷൻ. ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി? ആൻസർ ഓപ്ഷൻ എ, ജെ.ബി. കൃപലാനി. ക്വസ്റ്റ്യൻ: തദ്ദേശീയ ഗവൺമെൻറ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി? ആൻസർ ഓപ്ഷൻ സി, പി.കെ. തുങ്കൻ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ: ഭരണഘടനയുടെ മനസാക്ഷി എന്ന് നിർദ്ദേശ തത്വങ്ങളെയും മൗലികാവകാശങ്ങളെയും വിശേഷിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി, ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ക്വസ്റ്റ്യൻ: ലോകസഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ താഴെ പറയുന്നവരിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ഉത്പൽ കുമാർ സിംഗ്. ക്വസ്റ്റ്യൻ: ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട്? ആൻസർ ഓപ്ഷൻ സി, കോ വാറന്റോ. 44-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, നീലം സഞ്ജീവ റെഡ്ഡി. ക്വസ്റ്റ്യൻ: അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത്? ആൻസർ ഓപ്ഷൻ സി, ജർമ്മൻ ഭരണഘടന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകിയ കമ്മിറ്റി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പി.കെ. തുങ്കൻ കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ്? ആൻസർ ഓപ്ഷൻ ബി, കൺകറന്റ് ലിസ്റ്റ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് താഴെ പറയുന്നവരിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ക്വസ്റ്റ്യൻ: സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത്?
ആൻസർ ഓപ്ഷൻ ബി 15-ാം വകുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സോഷ്യലിസ്റ്റ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഏത്? ആൻസർ ഓപ്ഷൻ ഡി സർക്കാരിയ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 അനുസരിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് പൊതുവായ സിവിൽ നിയമ സംഹിത രൂപീകരിക്കുക. ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ പൊതുജനാരോഗ്യം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏത്? ആൻസർ ഓപ്ഷൻ ബി സ്റ്റേറ്റ് ലിസ്റ്റ്. രാജ്യസഭയുടെ സമ്മേളനത്തിൽ അധ്യക്ഷപദം വഹിച്ച് നടപടികൾ നിയന്ത്രിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഉപരാഷ്ട്രപതി. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെൻറ്റിന് അധികാരമില്ല എന്ന സുപ്രധാന സുപ്രീം കോടതി വിധി ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായത്? ആൻസർ ഓപ്ഷൻ ഡി കേശവാനന്ദ ഭാരതി കേസ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക്സഭയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ഉചിതമായവ തിരഞ്ഞെടുക്കുക. 1. 30 വയസ്സ് പൂർത്തിയാക്കിയ ഏതൊരു ഇന്ത്യൻ പൗരനും ലോകസഭയിലേക്ക് മത്സരിക്കാൻ അവകാശമുണ്ട്. 2. ലോകസഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. 3. ലോകസഭ ഒരു സ്ഥിരം സഭയാണ്. 4. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. ആൻസർ ഓപ്ഷൻ സി 2, 4. 2 എന്ന് പറയുന്നത് ലോകസഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. 4 ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ നിബന്ധനകളാണ് ഇന്ത്യയിലെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയാകുവാൻ പാലിക്കേണ്ടത്? താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ നിബന്ധനകളാണ് ഇന്ത്യയിലെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയാകുവാൻ പാലിക്കേണ്ടത്? ഒന്നാമത്തെ, ലോകസഭയിൽ ചുരുങ്ങിയത് 2% സീറ്റുകൾ വിജയിക്കുകയും ആ അംഗങ്ങൾ 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുക. 2. കൗൺസിൽ ഓഫ് സ്റ്റേറ്റിൽ ചുരുങ്ങിയത് 5% സീറ്റിൽ ജയിക്കുക. 1. ലോകസഭയിൽ ചുരുങ്ങിയത് 2% സീറ്റുകൾ വിജയിക്കുകയും ആ അംഗങ്ങൾ 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുക. 2. കൗൺസിൽ ഓഫ് സ്റ്റേറ്റിൽ ചുരുങ്ങിയത് 5% സീറ്റിൽ വിജയിക്കുക. 3. ആകെ മുഖ്യമന്ത്രിമാരിൽ ചുരുങ്ങിയത് 2% മുഖ്യമന്ത്രിമാരെ നേടുക. 4. സംസ്ഥാനങ്ങളിൽ പൊതു തിരഞ്ഞെടുപ്പിൽ ലോകസഭയിലേക്കോ നിയമസഭയിലേക്കോ ചുരുങ്ങിയത് 6% സാധുവായ വോട്ട് നേടണം. അപ്പോൾ മൂന്നാമത്തെ, ആകെ മുഖ്യമന്ത്രിമാരിൽ ചുരുങ്ങിയത് 2% മുഖ്യമന്ത്രിമാരെ നേടുക. 4. സംസ്ഥാനങ്ങളിൽ പൊതുതെരഞ്ഞെടുപ്പിൽ ലോകസഭയിലേക്കോ നിയമസഭയിലേക്കോ ചുരുങ്ങിയത് 6% സാധുവായ വോട്ട് നേടണം. ആൻസർ ഓപ്ഷൻ എ 1. 1 എന്ന് പറയുന്നത് ലോകസഭയിൽ ചുരുങ്ങിയത് 2% സീറ്റുകൾ വിജയിക്കുകയും ആ അംഗങ്ങൾ 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഏജൻസിയാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി പ്രധാനമന്ത്രിയുടെ ഓഫീസ്. താഴെ തന്നിരിക്കുന്ന ലോക്പാലിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത്?
ആൻസർ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ഏത് അമെൻമെൻറ്റ് വഴിയാണ് ആർട്ടിക്കിൾ 300A കൊണ്ടുവന്നത്? ആൻസർ ഓപ്ഷൻ ബി 44th അമെൻമെൻറ്റ്. ക്വസ്റ്റ്യൻ: സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തതേത്? ആൻസർ ഓപ്ഷൻ ഡി സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെ പോസ്റ്റുകൾ പിരിച്ചുവിടപ്പെടും. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷന്റെ കർമ്മപരിധിയിൽ വരാത്തത്? ഓപ്ഷൻസ്: എ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും ഇടയിൽ നികുതി വരുമാനം വീതിക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യുക. ബി സംസ്ഥാനങ്ങളുടെ വരുമാനത്തിന് നൽകേണ്ടുന്ന ഗ്രാൻറ്റ്സ് ഇൻ എയ്ഡ്സ് നിർണ്ണയിക്കാനുള്ള തത്വങ്ങൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുക. സി സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള രീതികൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുക. ഡി സംസ്ഥാനങ്ങളുടെ ഏകീകൃത സാമ്പത്തിക നിധി കൺസോളിഡേറ്റ്സ് ഫണ്ട് കൂട്ടുവാനുള്ള പ്രക്രിയകളെക്കുറിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുക. ആൻസർ ഓപ്ഷൻ സി സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ബില്ലുകൾ അവതരിപ്പിക്കാൻ ഉള്ള രീതികൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുക. ക്വസ്റ്റ്യൻ: 1949 മുന്നോട്ട് വച്ച ആമുഖത്തിൽ ഇല്ലാതിരുന്ന സംജ്ഞ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സെക്യുലർ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടിയന്തര അധികാരങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1. 3 വ്യത്യസ്ത തരത്തിലുള്ള അടിയന്തര അധികാരങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ട്. 2. യുദ്ധം, ബാഹ്യ ആക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവയാൽ ഇന്ത്യയുടെയോ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തിൻ്റെയോ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്താവുന്നതാണ്. ആൻസർ ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം. രണ്ടും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി 7th. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? 1. പാർലമെൻറ്റിൻ്റെ നിയമപ്രകാരമാണ് NHRCയെ നിയമിച്ചിരിക്കുന്നത്. 2. ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്താനുള്ള ഉത്തരവാദിത്തം കമ്മീഷനാണ്. 3. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഒരു NHRC എക്സ് ഒഫീഷ്യോ അംഗമാണ്. 4. ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച് രാഷ്ട്രപതിയാണ് NHRC അംഗങ്ങളെ നിയമിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രം. 4 എന്ന് പറയുന്നത് ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച് രാഷ്ട്രപതിയാണ് NHRC അംഗങ്ങളെ നിയമിക്കുന്നത്. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ 42ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ സോഷ്യലിസം എന്ന പദം സൂചിപ്പിക്കുന്നത്: 1. എല്ലാ ഉൽപ്പാദന മാർഗങ്ങളുടെയും ദേശസാൽക്കരണം, സ്വകാര്യ സ്വത്ത് നിർത്തലാക്കൽ. 2. സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളെ മാത്രം ദേശസാൽക്കരിക്കുകയും സ്വകാര്യ സ്വത്ത് വിനിയോഗിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക. ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം. 2 എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളെ മാത്രം ദേശസാൽക്കരിക്കുകയും സ്വകാര്യ സ്വത്ത് വിനിയോഗിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ: അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്? ആൻസർ ഓപ്ഷൻ എ UPSC. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരാണ് അംഗീകാരം നൽകുന്നത്?
ആൻസർ ഓപ്ഷൻ സി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒരു പൊതു ഉദ്യോഗസ്ഥൻ തൻ്റെ ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുമ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന കമാൻഡ്. ആൻസർ ഓപ്ഷൻ ബി മാൻഡമസ്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിക്കോ പാർലമെൻറ്റ് അംഗത്തിനോ എതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനം. ആൻസർ ഓപ്ഷൻ ഡി ലോക്പാൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി 54. താഴെ പറയുന്നവയിൽ പൗരന്മാർക്കും വിദേശികൾക്കും ലഭ്യമായ മൗലികാവകാശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി നിയമത്തിന് മുന്നിൽ തുല്യതയും നിയമങ്ങളുടെ തുല്യ സംരക്ഷണവും. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് റിട്ടുകളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത്? ആൻസർ ഓപ്ഷൻ എ ഇൻജങ്ഷൻ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം. ആൻസർ ഓപ്ഷൻ സി 1964. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഏത് ആർട്ടിക്കിളിലാണ് വിവരിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആർട്ടിക്കിൾ 368. കൂട്ടുത്തരവാദിത്തം ഡാഷ് ഭരണകൂടത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ആൻസർ ഓപ്ഷൻ ഡി പാർലമെൻ്ററി സംവിധാനം. ഇന്ത്യയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്.